എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വൈനിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സ്ട്രോബെറി കൊണ്ടാണ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സ്ട്രോബെറി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല വീര്യമുള്ള നല്ല വൈൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ള വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കിലോയോളം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. 4 ബോക്സ് സ്ട്രോബെറിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് ബോക്സിൽ വരുന്ന 4 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം. ആദ്യം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കാരണം ചെളിയും മണ്ണും ഒക്കെ ഉണ്ടാവും. അതെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മളിപ്പം സ്ട്രോബെറി കഴുകി വൃത്തിയാക്കി ഒരു കിഴുത്തപാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ വെള്ളം പോയി കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് പോകട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി കഴുകി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലൊരു ടവൽ എടുത്തിട്ട് അതിനുള്ളിൽ വെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ തൂത്ത് കളയാം. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ വെച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് വെള്ളം ഒപ്പിയെടുത്ത് കളയാം. കാരണം ശകലം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ നമുക്കെല്ലാം വെള്ളം കളഞ്ഞെടുക്കാം. ശകലം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ തൂത്ത് വൃത്തിയാക്കി വെള്ളം മുഴുവനും കളഞ്ഞ് നമുക്കെടുക്കാം. സ്ട്രോബെറി നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. പഞ്ചസാര 3/4 കിലോളം എടുത്തിട്ടുണ്ട്. കാരണം സ്ട്രോബെറി ആകുമ്പോൾ കുറച്ച് പുളിയുണ്ട്. അപ്പോൾ പഞ്ചസാര കുറച്ച് കൂടുതലിടണം. ഇത് നമ്മുടെ ഗോതമ്പ് നുറുക്കിയതാണ്. ഏകദേശം ഒരു 1/2 കപ്പ് ഗോതമ്പ് നുറുക്കിയതെടുത്തിട്ടുണ്ട്. ഒരു 5-6 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട. ഇനി ഈ സ്ട്രോബെറി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് മുഴുവത്തോടെ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അലുത്ത് വരാനായിട്ട് സാധ്യത കുറവാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം. ഒരു 4 പീസാക്കിയാൽ മതിയാവും. ഇതുപോലെ നമുക്ക് എല്ലാ സ്ട്രോബെറിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രോബെറിയുടെ മണ്ടയിലുള്ള ഇലകളെല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാൻ മറന്നുപോയതാണ്. ഇലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1 ടീസ്പൂണ് ഈസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പറയാൻ മറന്നുപോയതാണ്. നമ്മൾ പൊടി ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് വൈൻ ഇടാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഭരണി വേണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഭരണിയാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് കൊണ്ടുള്ള ജാറ് ആണെങ്കിലും മതി. ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്ലാസ് ജാറ് ഉണ്ടെങ്കിലും അതിനകത്ത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലിടാം. ഞാനിപ്പം ഇതുപോലത്തെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഉണങ്ങിയ പാത്രമായിരിക്കണം. ഒരു കാരണവശാലും ഇതിനകത്ത് ശകലം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്ന പാത്രമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ സ്ട്രോബെറിയുടെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറി നമ്മൾ പകുതി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര പകുതി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ബാക്കിയുള്ള സ്ട്രോബെറി കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ബാക്കി വെച്ചിരുന്ന ആ പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം, ഒരു കുപ്പി വെള്ളമാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. കാരണം വെള്ളം ഒരുപാട് ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര അലക്കുമ്പം അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ഒരു കുപ്പി വെള്ളം മതിയാവും. ഇനി നമുക്ക് ഒരു ഉണങ്ങിയ തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ തവിയിലും ശകലം പോലും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഈസ്റ്റും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ അടപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടപ്പ് അടച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു തുണി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കെട്ടിവെക്കണം. അപ്പോൾ നമ്മൾ തുണിയിട്ട് നല്ലതുപോലെ വക്ക് കെട്ടിവെച്ചു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വൈനിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ടിരിപ്പുണ്ട്. നല്ല ഒരു മണം ഉണ്ട് ഇതിന്. അത്യാവശ്യം പുളിച്ചൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഉണങ്ങിയ ഒരു തവി കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഒന്ന് അടച്ച് മൂടി കെട്ടി വെക്കണം. വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ അടപ്പ് അടച്ചതിന് ശേഷം മുകളിലെ തുണി കെട്ടി അടച്ചു വെക്കാം. ഇനി ഇരിക്കട്ടെ, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഴിച്ച് നോക്കാം. അത്യാവശ്യം നല്ലപോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി. നല്ല കളറുണ്ട്, മണവും ഉണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തും അടച്ചു വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ വശം പഴയതുപോലെ തന്നെ
മുകൾ വശം തുണിയിട്ട് വീണ്ടും കെട്ടിവെക്കാം. അപ്പോൾ മൊത്തം 5 ദിവസമായി. ഇനി ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 3 ദിവസമാകുമ്പോൾ എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ 7 ദിവസമാകുമ്പോൾ എടുക്കാം, 9 ദിവസമാകുമ്പോൾ എടുക്കാം. നമ്മളേതായാലും ഒരു 12 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതുവരെ അതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ വൈൻ ഇട്ടിട്ട് 14 ദിവസം കഴിഞ്ഞു. നമ്മൾ ആദ്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇളക്കി, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇളക്കി, അങ്ങനെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി വെച്ചു. അങ്ങനെ 14-ാമത്തെ ദിവസമാണ് ഇന്ന്. നമുക്ക് ഈ വൈനൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ അത്യാവശ്യം പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വൈൻ അരിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉണങ്ങിയ പാത്രമാണ്. ശകലം പോലും വെള്ളം മയം ഇതിൽ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലത്തെ ഉണങ്ങിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയുടെ മുകളിലേക്ക് നമുക്കൊരു തുണി കൂടെ ഇട്ട് കൊടുക്കണം. തോർത്തുണ്ടെങ്കിൽ തോർത്ത് മതിയാവും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തുണി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. വീണ്ടും വൈനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇത് അരിച്ചെടുത്തു. അവസാനം തുണിയിൽ വരുന്ന ഇതിൻ്റെ ബാക്കിയുള്ള പിസിലെല്ലാം കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മൾ വൈന് അരിച്ച് കഴിഞ്ഞു. ഇനി അരിപ്പയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ വൈൻ അരിച്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട്. ഇനി ഇത് ഇവിടെ ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് ഇതിൻ്റെ മട്ടെല്ലാം കൂടെ ഒന്നുകൂടെ അടിയിലായിട്ട് അഴിഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ മുകളിലത്തെ തെളിവുള്ള ഭാഗം നമുക്ക് ഊറ്റി കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊട്ടുമില്ലാത്ത ഉണങ്ങിയ നല്ല കുപ്പിയിൽ ഒഴിച്ച് വെക്കുക. അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം. അതിനകത്ത് ഒഴിച്ചടച്ച് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.